ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെൽക്കം ഡ്രിങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസ് ആണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ചെറിയ പാർട്ടിക്കോ ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഒരു 2 പിടി അത്രേ ഉള്ളൂ. പിന്നെ 1 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത്. പൊടിയില്ലെങ്കിൽ ഒരു 4-5 ഏലക്ക അതുപോലെ ഇട്ട് കൊടുത്താലും മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു വളരെ ചെറിയൊരു കഷ്ണം മതി കേട്ടോ, ചെറിയൊരു ഫ്ലേവർ മാത്രം മതി. അതൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിക്കാം. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ തേങ്ങയും പൈനാപ്പിളും എല്ലാം കൂടി നന്നായിട്ട് ചിലപ്പോൾ അരച്ചെടുക്കാൻ പറ്റത്തില്ല. ഇനി ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനൊരു 2 വലിയ സ്പൂണാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് അടിച്ചെടുത്തു. ഞാൻ ഇതിനകത്ത് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പൈനാപ്പിളിൻ്റെയും തേങ്ങയുടെയൊക്കെ തരി ഉണ്ടാവും, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് അരിച്ചെടുക്കാം. ചെറിയ ഹോൾസ് ഉള്ള അരിപ്പയിലൂടെ അരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ തരികളൊക്കെ ചിലപ്പോൾ അതിനകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത്. ജസ്റ്റ് അത് നന്നായിട്ട് അരയാൻ ആവശ്യത്തിന് മാത്രം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തു. ഇപ്പോൾ ഇത് കുറച്ച് നല്ല കുറുകിയ ഒരു ജ്യൂസ് ആയിരിക്കും. ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവില്ല, നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ആ ഒരു പൈനാപ്പിളിൻ്റെയും ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി 4 കപ്പാണ് ഉള്ളത് കേട്ടോ. കറക്റ്റ് 4 കപ്പ് ജ്യൂസാണ് ഉള്ളത്. അപ്പോൾ ഈ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് പോകാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനേ. അവസാനം ഒഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വാട്ട വെള്ളം പോലെ തോന്നരുത് കേട്ടോ. അതുപോലെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പഞ്ചസാര കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 വലിയ സ്പൂണും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് അലിയിച്ചെടുക്കാം, മിക്സ് ചെയ്ത് അലിയിച്ചെടുക്കാം. ലാസ്റ്റ് ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർക്കാനുണ്ട്, കുറച്ച് നാരങ്ങ നീര്. ഞാൻ ഒരു നാരങ്ങയുടെ നീരാണ് ഇപ്പോൾ ചേർക്കുന്നത്. അതും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. പൈനാപ്പിളിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചിലർക്ക് ആ ജ്യൂസിന് കുറച്ചൊരു പുളി ഉള്ളതായിരിക്കും ഇഷ്ടം, അപ്പോൾ അത് കണക്കാക്കി ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ പൈനാപ്പിൾ ജ്യൂസ് റെഡി. ഇനി നമുക്കത് ഗ്ലാസ്സിലോട്ട് മാറ്റാം. ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അടിച്ചെടുക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ് വാട്ടർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ വെൽക്കം ഡ്രിങ്ക് റെഡി. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.